രാഷ്ട്രീയ മനസാക്ഷിയെ നടുക്കിയ കൊലപാതകമായിരുന്നു മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായ അഭിമന്യുവിന്റേത്. ഇടുക്കിയിലെ വട്ടവടയിലെ ലയങ്ങളിൽ നിന്ന് ഒരുപാട് സ്വപ്നങ്ങളുമായി എറണാകുളത്തെത്തിയ ആ പാവം വിദ്യാർത്ഥിയുടെ നെഞ്ചിലേക്ക് വർഗീയതയുടെ വാൾമുന ഇറക്കി വെച്ചത് SDPIയുടെ കൊലയാളി സംഘമായിരുന്നു. ഞാൻ പെറ്റ മകനെ എന്ന അവന്റെ അമ്മയുടെ വിലാപം ഇന്നും കേരളത്തിന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. എന്നാൽ ആ രക്തസാക്ഷിയുടെ ഓർമ്മകളെ പോലും അപമാനിച്ചുകൊണ്ട് അധികാരത്തിന് വേണ്ടി അതേ വർഗീയ ശക്തികളുടെ വോട്ട് ഇരന്നു വാങ്ങുന്ന CPM നിലപാടാണ് ഇപ്പോൾ സജീവ ചർച്ചയാകുന്നത്. വർഗീയതയ്ക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന ഇടത് നേതാക്കൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ SDPIയുടെ കാലു പിടിക്കുന്ന കാഴ്ചയാണ് നേമത്തും നെടുമ്പങ്ങാടും നമ്മൾ കാണുന്നത്. മഹാരാജാസ് കോളേജിന്റെ ചുവരുകളിൽ വർഗീയത തുളിയട്ടെ എന്ന് എഴുതിയവർക്ക് ഇപ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് പറയാനില്ലേ? അഭിമന്യുവിനെ കൊന്നു തള്ളിയവരുടെ വോട്ട് വാങ്ങാൻ വി ശിവൻകുട്ടിക്ക് ഒരു മടിയുമില്ല, നാണവുമില്ല. BJPയെ തോൽപ്പിക്കാൻ എന്ന വ്യാജേന SDPIയുടെ വോട്ട് നേമത്ത് വി ശിവൻകുട്ടിക്ക് നൽകുമെന്ന് ആ സംഘടനയുടെ നേതാവ് ലത്തീഫ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ടും ആ വർഗീയ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ശിവൻകുട്ടിക്ക് ആർജവമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. ആദർശമൊന്നുമല്ല, ലക്ഷ്യം കസേര മാത്രം. മന്ത്രി GR അനിലും നെടുമങ്ങാട് സമാനമായ മൗനമാണ് പാലിക്കുന്നത്. വോട്ടിന് വേണ്ടി ആരുടെ മുന്നിലും മുട്ടിലിഴിയുന്ന രാഷ്ട്രീയ പാപ്പരത്തമാണ് ഇവിടെ പ്രകടമാകുന്നത്. ആദർശം പ്രസംഗിക്കുന്ന ബിനോയ് വിശ്വം പോലും SDPIയുടെ വോട്ട് തള്ളിപ്പറയാൻ തയ്യാറാകാത്തത് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ജീർണതയാണ് കാണിക്കുന്നത്. ഈ വർഗീയ കൂട്ടുകെട്ടിനെ ന്യായീകരിക്കാൻ മുൻ മന്ത്രി AK ബാലൻ നടത്തുന്ന വിശദീകരണം കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. SDPIയെ നന്നാക്കാനാണ് അവരുടെ വോട്ട് വാങ്ങുന്നത് എന്നാണ് ബാലന്റെ കണ്ടുപിടുത്തം. അഭിമന്യുവിനെ കൊന്നവരുടെ വോട്ട് വാങ്ങി അവരെ നന്നാക്കാൻ ശ്രമിക്കുന്ന CPM നിലപാട് അവന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. വർഗീയതയെ താലോലിച്ചുകൊണ്ട് മതേതരത്വം പ്രസംഗിക്കുന്ന ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഞാൻ പെറ്റ മകനെ എന്ന് എഴുതിയ CPMകാർ ഇപ്പോൾ SDPI എന്ന് ചോദിച്ചാൽ ഒരക്ഷരം മിണ്ടില്ല. 10 വർഷം അധികാരത്തിലിരുന്ന പിണറായിക്കും കൂട്ടർക്കും അധികാരം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന തിരിച്ചടി വളരെ വലുതാണ്. കാരണം 10 കൊല്ലം കൊണ്ട് ഇവർ നടത്തിയിട്ടുള്ളത് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. ഭരണം മാറിയാൽ അത് ഒന്നൊന്നായി പുറത്തു വരും. അത് തടയാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ കാട്ടിക്കൂട്ടൽ. അതിൽ കോൺഗ്രസുമായുള്ള ഡീൽ മുതൽ SDPIയുമായുള്ള ഡീൽ വരെയുണ്ട്. അതിന്റെ മുന്നിൽ എന്ത് ഞാൻ പെറ്റ മകൻ.